ശ്രീമതി സിന്ധു കൃഷ്ണ, ഈ വിപ്ലവ ഗാനമേളയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് നേരത്തെ തന്നെ വിവാദമായതാണെന്നും ഹൈക്കോടതി ഇടപെട്ടതാണെന്നും ഒക്കെ അറിഞ്ഞുകൊണ്ടാണ് അഡ്കോ കമ്മിറ്റി ഇത്തരത്തിലൊരു വീണ്ടും ഇത് അവിടെ ബുക്ക് ചെയ്യുന്നതെന്നാണ് അറിയുന്നത്. ഈ അഡ്കോ കമ്മിറ്റി തന്നെ നിയമവിരുദ്ധമായാണ് നിയമിച്ചതെന്നൊക്കെയാണ് നിങ്ങൾ തന്നെ പറയുന്നത്. അപ്പോൾ എന്താണ് ശരിക്കും അവിടെ നടക്കുന്നത്? ഇവിടെ തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തില് PK പ്രസന്നൻ പ്രസിഡന്റായും സച്ചിദാനന്ദൻ വൈസ് പ്രസിഡന്റായും ശ്രീമതി രജിത ശ്രീകാന്ത് സെക്രട്ടറിയുമായുള്ള ഒരു ഉപദേശക സമിതി നിലവിലുണ്ട്. ഇതിനു മുൻപ് ഇരുന്ന ഒരു സെക്രട്ടറി ആരോപണ വിധേയനായതിനെ തുടർന്ന് അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്ന് നീക്കി ബോർഡിന്റെ തന്നെ അനുമതിയോടെ ശ്രീമതി രജിത ശ്രീകാന്ത് സെക്രട്ടറിയായുള്ള ഉപദേശക സമിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഞങ്ങള് ക്ഷേത്രത്തിൽ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത് ക്ഷേത്ര കലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പരിപാടികൾ നടത്തണമെന്നാണ് ഐകകണ്ഠേന ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള പരിപാടികളുടെ കാര്യങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു അഡ്ഹോ കമ്മിറ്റിയുടെ രൂപം കണ്ടതായിട്ട് ഞങ്ങൾ അറിയുന്നത്. ഞങ്ങളെ പിരിച്ചുവിടുകയോ അങ്ങനെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോ ഒരു ക്ഷേത്രത്തിൽ ഒരു സമിതി നിൽക്കുമ്പോൾ മറ്റു സമിതി പ്രവർത്തിക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതിയുടെ ഓർഡറിനെ മറികടന്നുകൊണ്ട് തന്നെയാണ് ഇവിടെ അഡ്ഹോ കമ്മിറ്റി പ്രവർത്തിക്കുന്നത്. അവർക്ക് എങ്ങനെ അനുമതി കിട്ടി എന്നുള്ളത് നിഗൂഢമാണ്. അത്തരം കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് ഇതുവരെയും അറിവ് ലഭിച്ചിട്ടില്ല. അപ്പൊ ഈ വിപ്ലവ ഗാനമേള അടക്കമുള്ള കാര്യങ്ങളിൽ ഈ അഡ്ഹോ കമ്മിറ്റിയാണോ തീരുമാനങ്ങൾ എടുത്തത്? അങ്ങനെ തീരുമാനങ്ങൾ എടുത്തതായിട്ട് FB പോസ്റ്റുകളിലൂടെ ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു. അത് ഔദ്യോഗികമായിട്ട് രേഖകൾ ഒന്നും ഇല്ലാതെ രൂപീകൃതമായ ഒരു കമ്മിറ്റിയാണ്. ഔദ്യോഗികമായ രേഖകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നോട്ടീസ് പ്രദർശിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ പബ്ലിക് കണ്ടിട്ടില്ല. ഇങ്ങനൊരു യോഗം കൂടിയതായിട്ടും പബ്ലിക് അറിഞ്ഞിട്ടില്ല. ഉപദേശക സമിതിയിൽ മെമ്പർഷിപ്പ് എടുത്ത ഏതാണ്ട് 150 പേരുണ്ട്. അവരാരും അറിഞ്ഞിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഈ ഉത്സവ പരിപാടികൾ നടത്തിപ്പ് തീരുമാനിക്കുകയും ആ പരിപാടികൾ ബുക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തതൊക്കെ അപ്പോൾ ആരാണ്? ഇപ്പോൾ ഇവിടെ അഡ്ഹോക് കമ്മിറ്റി വന്നതായിട്ടാണല്ലോ പത്രവാർത്തകൾ പറയുന്നത്. അപ്പൊ അഡ്ഹോക് കമ്മിറ്റി ഇത് ബുക്ക് ചെയ്തതായിട്ടാണ് ഈ പറഞ്ഞതുപോലെ അതിന്റെ അടിയിൽ ആ പോസ്റ്റുകളുടെ അടിയിൽ കാണുന്നത്. ആ അഡ്ഹോക് കമ്മിറ്റി അംഗത്തിന്റെ തന്നെ പോസ്റ്റിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിനെതിരെ എന്ത് തീരുമാനമെടുക്കാൻ കഴിയും? രണ്ട് കാര്യങ്ങളുണ്ട് ശ്രീമതി സിന്ധു കൃഷ്ണ. ഒന്ന്, ഈ അഡ്ഹോക് കമ്മിറ്റി എവിടുന്ന് വരുന്നു, അത് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നു, ആ കമ്മിറ്റി തന്നെ അതിലുമേറെ നിയമവിരുദ്ധമായ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നു, ഔചിത്യപൂർണ്ണമല്ലാത്ത തീരുമാനങ്ങൾ എടുക്കുന്നു, ഹൈക്കോടതി വിമർശനങ്ങൾ നിലനിൽക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ മാധ്യമങ്ങളിൽ കണ്ടു, കടയ്ക്കൽ ക്ഷേത്രത്തിൽ നടന്ന പരിപാടിയിലെ ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾ കണ്ടു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരിപാടികൾ ഞങ്ങളല്ല സംഘടിപ്പിക്കുന്നതെന്നുള്ളത് ഞങ്ങൾക്ക് വീണ്ടും ഉറപ്പിച്ചു പറയേണ്ടിയിരിക്കുന്നു. കാരണം ഉപദേശക സമിതി നിലവിൽ പിരിച്ചുവിട്ടിട്ടില്ല. അപ്പൊ ഞങ്ങൾ നിൽക്കുമ്പോൾ അവർ കയറി പ്രവർത്തിക്കുകയാണ്. അതിനുള്ള അനുമതി അവർക്ക് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നിഗൂഢമായ ഒരു കാര്യങ്ങളാണ്. ഇതെവിടെ വെച്ച് തയ്യാറാക്കി എന്നുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ ഞങ്ങൾക്ക് അറിവ് കിട്ടിയിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് ഞങ്ങളുടെ അറിവോടെയോ സമ്മതത്തോടെയോ അല്ല. പക്ഷെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായി പാലിക്കപ്പെടേണ്ടതുണ്ട്. ക്ഷേത്ര കലകൾ ക്ഷേത്രത്തിൽ അന്നേ ദിവസങ്ങളിൽ ഉണ്ടാകുന്നതും അത് ആസ്വദിക്കുന്നതും ഒക്കെയും ഒരു ഉത്സവത്തിന്റെ ഭാഗമാണ്. കാരണം അവിടെ കൂട്ടായ്മകൾ ഉണ്ടാകുന്നു, അതിന് ഭാഗമായ ആഘോഷങ്ങളും ഉണ്ടാകുന്നു. പൂർണ്ണമായും ഈ അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ക്ഷേത്രോത്സവങ്ങളും കടന്നു പോകുന്നതുമൊക്കെ. അത് ഭക്തരുടെ ആവശ്യവുമാണ്, അവർക്ക് ദേവനുള്ള അർപ്പണവുമാണ്. അത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനെന്തായിരിക്കും നമുക്ക് ചെയ്യാൻ കഴിയുക? നമ്മൾ അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ ഹൈക്കോടതിയിൽ നമ്മൾ കേസ് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് കേസിന്റെ വിശദ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കാത്തത്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ ഒരിക്കലും സാധിക്കത്തില്ല. കാരണം നമ്മൾ കഴിഞ്ഞ വർഷം നടത്തിയ പരിപാടികൾ എടുത്തു നോക്കിയാലും മനസ്സിലാകും, നമ്മൾ ക്ഷേത്ര കലകൾക്ക് പ്രാധാന്യം കൊടുത്ത്, അതായത് കഴിവതും നാട്ടിൽ നിന്നുള്ള ആളുകളുടെ തിരുവാതിരകൾ, പാട്ട്, ഡാൻസ്, കുട്ടികളുടെ ഡാൻസ്, അങ്ങനത്തെ പരിപാടികൾക്കാണ് കഴിഞ്ഞ വർഷവും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ പ്രോഗ്രാം നമ്മൾ നോക്കിയാൽ മനസ്സിലാകും, ഞങ്ങൾ തന്നെയായിരുന്നു ആ ഉത്സവം നടത്തിയത്. അപ്പൊ ഞങ്ങൾ അത്തരം കലകൾക്ക് തന്നെയാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇത്തവണയും അങ്ങനെ തന്നെ പ്രാധാന്യം കൊടുത്ത് ചെയ്യുവാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായും വളരെ നന്ദി ശ്രീമതി സിന്ധു കൃഷ്ണ. പക്ഷെ അതിനെ അട്ടിമറിക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുന്നതാണ് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളിലേക്ക്, ഭക്തരുടെ വികാരം വ്രണപ്പെടുന്നതിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്.